ആണവയുദ്ധത്തിന് റഷ്യ സാങ്കേതികമായി തയ്യാറാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തങ്ങളുടെ റെഡ് ലൈൻ ക്രോസ് ചെയ്ത് US യുക്രൈനിലേക്ക് സൈന്യത്തെ അയച്ചാൽ ആണവയുദ്ധത്തിന് നിങ്ങൾ സജ്ജരാകേണ്ടി വരുമെന്നാണ് പുടിന്റെ വെല്ലുവിളി. യുക്രൈനിൽ ഇപ്പോൾ ഒരു ആണവയുദ്ധം നടത്തേണ്ട കാര്യമില്ലെങ്കിലും സൈനിക സാങ്കേതിക വശങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും തയ്യാറാണ്. ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ ഇത് പറഞ്ഞത്. എന്നാൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം എന്തുമാത്രമായിരിക്കുമെന്നാണ് ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത്. അതറിയണമെങ്കിൽ റഷ്യയുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് അറിയണം. സോവിയറ്റ് യൂണിയന്റെ ആണവായുധങ്ങൾ പാരമ്പര്യമായി ലഭിച്ച റഷ്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ പോർമുനകളുടെ ശേഖരമുണ്ട്. ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം 5580 ആണവ പോർമുനകൾ, അതായത് വാർ ഹെഡ്സ്, പുടിൻ നിയന്ത്രിക്കുന്നുണ്ട്. സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഒരു ബോംബിന്റെയോ മിസൈലിന്റെയോ മുൻഭാഗമാണ് വാർ ഹെഡ് എന്ന് പറയുന്നത്. 5580 എണ്ണത്തിൽ 1200 എണ്ണം കാലപ്പഴക്കമുള്ളവയാണെങ്കിലും അത് വലിയ തോതിൽ കേടുകൂടാതെ ഇരിക്കുന്നവയാണ്. ബാക്കി 4380 എണ്ണം ദീർഘദൂര സ്ട്രാറ്റജിക് ലോഞ്ചറുകൾക്കും ഹ്രസ്വദൂര തന്ത്രപരമായ ന്യൂക്ലിയർ ഫോഴ്സുകൾക്കും ഉപയോഗിക്കുന്നതിനായി സംഭരിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് FAS പറയുന്നു. ഈ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങളിൽ 1710 എണ്ണം തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഏകദേശം 870 എണ്ണം കര അധിഷ്ഠിത ബാലിസ്റ്റിക് മിസൈലുകളിലും 640 എണ്ണം അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളിലും 200 എണ്ണം കനത്ത ബോംബർ ബേസുകളിലുമാണ് ഉള്ളതെന്ന് FAS പറഞ്ഞു. ഇത്രയും വലിയൊരു ശേഖരം ഉണ്ടെന്ന് അർത്ഥമാക്കുന്നത് മോസ്കോയ്ക്ക് ലോകത്തെ പലതവണ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. റഷ്യയുടെ പ്രസിദ്ധീകരിച്ച 2020 ന്യൂക്ലിയർ സിദ്ധാന്തമനുസരിച്ച് ഒരു റഷ്യൻ പ്രസിഡന്റിനാണ് ആണവ ആയുധം ഉപയോഗിക്കുന്നതിനുള്ള പരമാധികാരമുള്ളത്. പ്രസിഡന്റ് അനുവാദം നൽകുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമായിരിക്കുകയും ചെയ്യും. ആണവായുധമോ മറ്റു കൂട്ട നശീകരണ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തോടുള്ള പ്രതികാരമായോ ആണ് റഷ്യ ആണവായുധം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റഷ്യ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായി മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ശക്തമായ ആയുധങ്ങൾ നേരിടാൻ വേണ്ടി ആണവായുധം റഷ്യയ്ക്ക് ഉപയോഗിക്കാം. റഷ്യയുടെ കൈവശം ഇപ്പോൾ ആവശ്യത്തിലധികം ആയുധങ്ങൾ ഉണ്ടെങ്കിലും ഭാവിയിൽ സിംഗിൾ വാർഹെഡ് മിസൈലുകൾക്ക് പകരം ഒന്നിലധികം വാർഹെഡുകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ തന്ത്രപ്രധാന സേനകൾക്ക് നിയോഗിക്കപ്പെട്ട വാർഹെഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും എന്നും FAS പറഞ്ഞു. ഇപ്പോൾ ആണവയുദ്ധത്തിന് തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞതാണ് അമേരിക്കയെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. റഷ്യൻ പ്രദേശങ്ങളിലോ യുക്രൈനിലോ അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചാൽ ആ നീക്കത്തെ യുദ്ധത്തിനുള്ള ഇടപെടലായി റഷ്യ കണക്കാക്കും. റഷ്യ അമേരിക്ക ബന്ധം കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായവർ US-ലുണ്ട്. അതുകൊണ്ട് ആണവയുദ്ധത്തിലേക്ക് എടുത്തുചാടേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല. എന്നാൽ ഞങ്ങൾ അതിന് സജ്ജരാണെന്ന് പുടിൻ പറയുകയും ചെയ്തിട്ടുണ്ട്.